ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാമേ. അപ്പോൾ രാവിലെ തന്നെ ഡോറ് തുറന്ന് മുറ്റത്തോട്ട് ഇറങ്ങി. എല്ലാവരും മുറ്റത്തോട്ടാണ് ഇറങ്ങുന്നത്, എന്നാലും ഞാൻ പറയാം, എൻ്റെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഒരു മൊന്ത വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഈ മൊന്തയുടെ ഷേപ്പ് കണ്ടിട്ട് ആരും നെറ്റി ചുളുക്കണ്ട, വർഷങ്ങൾ പഴക്കമുണ്ട്. അതുകൊണ്ടാണ് ഈ മൊന്തയുടെ ഈ ഷേപ്പും കളറൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ നേരെ മുറ്റം തൂക്കുകയാണ്. അങ്ങനെ മുറ്റം തൂക്കുമ്പോഴൊക്കെ വീഡിയോ എടുത്ത് തരുന്ന അമ്മയാണ്. എനിക്കിങ്ങനെ തനിയെ വീഡിയോ ഓണാക്കി വെച്ചിട്ട് എടുക്കാൻ അറിയില്ല കേട്ടോ. അപ്പോൾ അമ്മയാണ് എടുത്ത് തരുന്നത്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴ കാണുമായിരിക്കും, കുഴപ്പമില്ല. നെക്സ്റ്റ് പാത്രം കഴുകുക. എനിക്ക് പാത്രം കഴുകാൻ ഇഷ്ടമാണ്, പക്ഷെ അമ്മ പറയുന്നത് ഞാൻ കുറേ ടൈം എടുക്കുമെന്നാണ്. എനിക്കറിയില്ല അത്രയും ടൈം എടുക്കുമെന്ന്. പിന്നെ അമ്മ വീഡിയോ എടുത്തപ്പോൾ ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ പിടിച്ചിട്ടിട്ട് അമ്മയോട് പറയുകയാണ് നല്ല രീതിയിൽ വീഡിയോ എടുത്താണ്, എൻ്റെ ഫേസ് നന്നായിട്ട് കാണണമെന്ന്. അപ്പോൾ അമ്മ എന്നോട് അവിടെ നിന്നിട്ട് പറയുകയാണ് ഉള്ളതല്ലേ കാണിക്കാൻ പറ്റൂ, ഇതൊക്കെ മതിയെന്ന്. പിന്നെ ഒരുവിധം വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അമ്മ പറയണം, ഉച്ചയ്ക്ക് ഒരു മനുഷ്യൻ കഴിക്കാൻ വരും, ആ സമയത്ത് ഇവിടെ വീഡിയോ എടുപ്പും അഭിനയം എല്ലാം കൂടെ കാരണം ആ മനുഷ്യനെ കഴിക്കാൻ കൊടുക്കാൻ പറ്റുമോ എന്നറിയില്ല, അതുകൊണ്ട് വേഗം എല്ലാം ചെയ്യാൻ എന്നെ ഇങ്ങനെ പ്രഷർ തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ എല്ലാം ധൃതി പിടിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശരിക്കും ഇങ്ങനെ വീഡിയോ എടുക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ. പിന്നീട് തുണി കഴുകൽ എനിക്കിഷ്ടമാണ്, പക്ഷെ അമ്മ പറയുന്നത് ഞാൻ കുറേ ടൈം എടുക്കുമെന്നോ. എനിക്കറിയില്ല ഞാൻ ഇത്രമാത്രം ടൈം എടുക്കുന്നുണ്ടോന്നേ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ മുട്ടിയൊക്കെ മുന്നോട്ടിട്ട് അങ്ങനെ തുണിയൊക്കെ അലക്കി കഴിഞ്ഞ് അതെല്ലാം വിരിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ രാവിലത്തേക്കുള്ള ഫുഡിന് വേണ്ടി കപ്പ വേവിക്കുകയല്ല, കപ്പ പുഴുങ്ങാൻ തുടങ്ങുകയാണേ. അങ്ങനെ കപ്പ പുഴുങ്ങി വന്നപ്പോൾ അത് കുറച്ചേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അടുത്ത് ചോറും കുറച്ചെടുത്തു, ചമ്മന്തി എടുത്തു, ഇന്നലത്തെ ബീഫും എടുത്തിട്ട് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി. നല്ല രീതിയിൽ വളർന്നു നിന്നൊരു ചെടി ഞാൻ മുറിച്ച് ഇങ്ങനെ നല്ല രീതിയിലാക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ചാരവും വെള്ളമൊക്കെ ഒഴിച്ചിങ്ങനെ നട്ടു. ഇന്നലെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു അത് മുടോടെ കരിഞ്ഞു പോയെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ നെക്സ്റ്റ് ചിലന്തോല അടിക്കൽ. അപ്പോൾ ഈ ചിലന്തോല അടിയലും വീഡിയോ എടുപ്പ് എല്ലാം കൂടെ ആയപ്പോൾ അമ്മ അവിടെ നിന്ന് എന്തോ ഒരു ഡയലോഗ് പറഞ്ഞു, അതെന്നെ മനസ്സിന് വല്ലാതെ വേദനിപ്പിച്ചു. അതുകൊണ്ട് ഞാനത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് ഇത് ഇന്നലെ വാങ്ങിയൊരു ഇതാണ്. ഇതിങ്ങനെ ഞാൻ ഊതുമ്പോൾ കൊമള വരത്തില്ല, അപ്പോൾ അമ്മ എന്നെ ഇങ്ങനെ കൊമള വരുത്തി കാണിക്കുകയാണ്, ഇങ്ങനെയാണ് ഊതണ്ടേന്ന് പറഞ്ഞ്. നെക്സ്റ്റ് ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കലാപരിപാടി, ചോറ് വെക്കണം. അപ്പോൾ അതിനമ്മ അങ്ങനെ അരിയൊക്കെ എടുത്ത് പാറ്റിയൊക്കെയാണ്. ആ സമയത്ത് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്, നിൻ്റെ വീഡിയോ എടുപ്പ് നടക്കട്ടെ, വേറെ ഒന്നും ചെയ്യണ്ട ഇവിടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ പല രീതിയിൽ തളർത്തുന്നുണ്ട്, പക്ഷെ ഞാൻ തളരത്തില്ല. നെക്സ്റ്റ് ഇത് നമ്മുടെ വീട്ടിലെ കോവയ്ക്കാണ്. അപ്പോൾ ഉച്ചയ്ക്ക് കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. അമ്മ കോവയ്ക്ക അരിയുന്ന കണ്ടപ്പോൾ എനിക്ക് നല്ല വിശപ്പ് വന്നു. ആ സമയത്ത് ഞാൻ നേരെ പോയി ഒരു പഴം എടുത്തുകൊണ്ട് വന്ന് അരിഞ്ഞുകൊണ്ടിരുന്ന അമ്മയ്ക്കും കൊടുത്ത് കഥയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ഞാൻ ഇരിക്കുന്ന അടുക്കള മുറ്റത്താണ്. അവിടെ തന്നെ ഒരു വാഴ വളർന്നിട്ടുണ്ട്. ഇനി അടുത്ത കണ്ണെൻ്റെ ഈ വാഴയിലോട്ട്, അതും പഴുത്തെന്നാണ് അമ്മ പറഞ്ഞത്. ഇതെന്തിനാണെന്നറിയാമോ? ഈ മീനൊക്കെ വെട്ടിയിട്ട് കൈ കഴുകാനായിട്ട് അമ്മ സോപ്പ് കൂടി ഇങ്ങനെ വെള്ളത്തിൽ കലക്കി ഇങ്ങനെ വെച്ചിരിക്കുക. കുറേ നാളായി കേട്ടോ, ഇപ്പോൾ അത് എടുക്കാറില്ല. അപ്പോൾ ഉച്ചക്കത്തേക്ക് മീനും ഉണ്ടായിരുന്നേ. വൈകുന്നേരം ആയപ്പം ഞങ്ങൾ ചായ ഇട്ടു, ക്രാജാക്കിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് മറ്റേ പുഴുക്ക് പുഴുങ്ങിയായിരുന്നേ. അതൊന്നും കാണിക്കാൻ പറ്റില്ല, എപ്പോഴും ഫോൺ എടുക്കുമ്പോൾ അമ്മ എന്നെ ഇങ്ങനെ നോക്കും. അപ്പം ഞാൻ അതവിടെ വയ്ക്കും. അതുകൊണ്ട് എല്ലാം ഒന്നും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല, കുറച്ചൊക്കെ കാണിക്കാം. വൈകുന്നേരം ചോറുണ്ടായിരുന്നു, മീനുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ രാവിലെയും വൈകിട്ടും തൂത്തുകൂട്ടുന്നതെല്ലാം കൂടെ ഒരു വൈകുന്നേരം ആയപ്പം തീയിട്ട് കളയും. ഇതിനകത്ത് എൻ്റെ ഡേ മൈ ലൈഫ് മൊത്തം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, കുറച്ചൊക്കെ ഉണ്ട്. അടുത്ത തവണ ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് എടുക്കാം കേട്ടോ.